33ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപനത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വിവിധ വേദികളിലെല്ലാം കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത സാഹിത്യകാരൻ CM ദിനേശചന്ദ്രനാണ്. പക്ഷേ ഈ കലോത്സവ നഗരിയിൽ എത്തുമ്പോൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? കലോത്സവം എന്നുള്ളത് ആരുടെയും മനസ്സിലേക്ക് ഒരുപാട് സന്തോഷകരമായ ഓർമ്മകളും അനുഭവങ്ങളും പ്രതീക്ഷകളും ഒക്കെ നൽകുന്ന ഒരു സംഗതിയാണ്. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഇത്ര വിപുലമായ ആകർഷകമായ കലോത്സവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് UP കുട്ടികൾക്ക് ബാലകലോത്സവമെന്നും ഹൈസ്കൂൾ വിഭാഗത്തിന് യുവജനോത്സവം എന്ന പേരിലുള്ള പരിമിതമായ മത്സര ഇനങ്ങളായിരുന്നു. അന്നും നമ്മളെപ്പോലുള്ള നാട്ടിൻപുറത്തിലെ സ്കൂളുകൾക്ക് ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരുന്നുമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഉത്സവമായി നിരവധി ആയിരക്കണക്കിന് പ്രതിഭകൾ മാറ്റുരക്കുന്ന ഒരു സുന്ദരമായ വേദിയായി നമ്മുടെ കലോത്സവ അരങ്ങുകൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷം അധ്യാപകർക്കും കുട്ടികൾക്കും മാത്രമല്ല പൊതുസമൂഹത്തിനാകെ ഉണ്ടായി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ കലോത്സവത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം. പിന്നെ മാഷെ, ഇപ്പം നമ്മൾ കലോത്സവം എന്ന് പറയുമ്പോൾ സ്റ്റേജിൻ്റെ മത്സരങ്ങളിലേക്കാണ് ആദ്യം നമ്മുടെ ആകർഷണം. പക്ഷേ എന്നാൽ സ്റ്റേജ് ഇത്തരം മത്സരങ്ങളുണ്ട്, അതായത് ഒരു എഴുത്തിൻ്റെ ലോകം ഈ കലോത്സവ നഗരിയിലുണ്ട്. അതിന് മാഷ് ഇങ്ങനെ നോക്കുകയാണ്. തീർച്ചയായിട്ടും അത് വേണ്ടത്ര ശ്രദ്ധയിൽ വരാത്ത ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും എഴുത്തുകാർ അല്ലെങ്കിൽ എഴുത്തിൽ വരുന്ന പ്രതിഭകൾ പലപ്പോഴും നമ്മൾ പ്രധാന വേദികളിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ല. അവർ പലപ്പോഴും ജീവിതത്തിന് പല വഴികളിലൂടെ ഒതുങ്ങിക്കൂടുകയും വളരെ പെട്ടെന്ന് ചില എഴുത്തുകളിലൂടെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരികയാണ് ചെയ്യുക. നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് കലോത്സവ വേദിയിൽ നിന്ന് വളരെ പ്രതീക്ഷയുണർത്തുന്ന കുറേ രചനകളൊക്കെ. ഇപ്പോൾ സിനാഷ, നമ്മുടെ കാസർഗോഡിൻ്റെ എഴുത്തുകാരിയായിട്ടുള്ള സിനാഷ വളരെ ശ്രദ്ധേയമായ എഴുത്തുകളിലൂടെ ഇപ്പോൾ മലയാള സാഹിത്യത്തിലെ പുതിയ തലമുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 2 വർഷം മുമ്പാണ് വയനാട്ടിലെ ഒരു ധ്രുപദ് ഗൗതം എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു കവിത, ആ വരികൾ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. ഭയം ഒരു രാഷ്ട്രമാണ്, നിശബ്ദത അതിൻ്റെ ആഭരണവും എന്ന വരികൾ നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടെ വായിച്ച ഒരു കവിതയിലെ വരികളാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ പ്രതീക്ഷ നൽകുന്ന എഴുത്തിലും അതുപോലെ തന്നെ വായനയിലും ചിന്തയിലും മൗലികമായ നിരീക്ഷണങ്ങളിലൊക്കെ വലിയ പ്രതിഭയുള്ള കുട്ടികളെ അടക്കം കലോത്സവ വേദിയിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതിന് മാധ്യമ ശ്രദ്ധയും സമൂഹത്തിൻ്റെ ശ്രദ്ധയും ഒക്കെ തീർച്ചയായിട്ടും മറ്റ് അരങ്ങുകളിൽ കിട്ടുന്ന പോലെ കിട്ടേണ്ടതുണ്ട് എന്നുള്ള. ഞാൻ ഒരു തവണ കേട്ടിട്ടുണ്ട് മാഷ് പറഞ്ഞത് വായന ആശയങ്ങളുടെ ഉറവിടമാണെന്ന്. അതിനെക്കുറിച്ച് മാഷിന് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും വായന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു അനുഭവമായിട്ട് മാറേണ്ടുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അറിവുകൾ മാത്രമല്ല അനുഭവങ്ങളെയും അതുപോലെ തിരിച്ചറിവിനെയും ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വായനയിലേക്ക് വളരെ ബോധപൂർവം നമ്മൾ എത്തിക്കേണ്ടുന്ന ഒരു കാലമാണ്. ലോകത്തെ അറിയപ്പെടാത്ത അനേകായിരങ്ങളുമായി നീ എനിക്ക് സാഹോദര്യം നൽകിയെന്ന് പാബ്ലോ നെരൂദ എഴുതുന്നുണ്ട്. നമ്മുടെ പരിമിതമായ ജീവിത വൃത്തത്തെ ഭേദിച്ചുകൊണ്ട് ലോകാനുഭവങ്ങളിലേക്ക് നമുക്ക് പടർന്ന് പന്തലിക്കാൻ തീർച്ചയായിട്ടും വായനയിലൂടെയാണ് കഴിയുക. അത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കഴിയുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും വളരെ സന്തോഷത്തോടെ ആർജവത്തോടെ മുറിച്ചു കടക്കാനുള്ള സാധ്യത ലഭിക്കുമെന്ന്. ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് കുട്ടികൾ വായിച്ചു തുടങ്ങേണ്ടത് ആദ്യഘട്ടങ്ങളിൽ തന്നെ? പണ്ടത്തെ പോലെയല്ല ഇന്നിപ്പോഴും. നമ്മൾ പഴയ കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ ബാലരമയും ബാലരമ, പിന്നെ അതുപോലെ അമ്പിളിയമ്മാവൻ, പൂമ്പാറ്റ തുടങ്ങിയ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് നമ്മുടെ ബാല്യകാലമൊക്കെ തുടങ്ങി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുസ്തകങ്ങൾ ധാരാളമായിട്ട് ബാലസാഹിത്യ കൃതികൾ കുട്ടികൾക്ക് അവരുടെ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതുപോലെ പുസ്തകങ്ങൾ വാങ്ങാനുള്ള അന്തരീക്ഷവും വളരെ പരിസരത്ത് തന്നെ അടുത്ത് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ എന്നിട്ടും രക്ഷിതാക്കൾ പോലും ഒരു 2000 രൂപയുടെ പുസ്തകം ഡ്രസ്സ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ 100 രൂപയുടെ ഒരു പുസ്തകം അതിൻ്റെ കൂടെ പിറന്നാൾ ദിനത്തിൽ പോലും വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകാത്തൊരു അനുഭവമുണ്ട്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, അതിനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളും ഉണ്ട്. ഏതായാലും പല സ്കൂളുകളിൽ കുട്ടികൾ പിറന്നാൾ ദിനത്തിന് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ. അതെ, പുസ്തകങ്ങൾ. ഞാൻ ഒരു സ്കൂളിൻ്റെ ഹെഡ്മാഷാണ്. തീർച്ചയായിട്ടും ലൈബ്രറിയുടെ പുസ്തകങ്ങൾ കുട്ടികൾ സമ്മാനങ്ങൾ ആയിട്ട് സ്കൂളിലേക്ക് നൽകുന്നുണ്ട് പിറന്നാൾ ദിനത്തിൽ. അപ്പോൾ എന്തായാലും വായന എന്ന് പറയുന്നത് കുട്ടികൾക്ക് അനിവാര്യമായ ഒരു സംഗതിയായിട്ട് നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും പൊതുസമൂഹവും ഒക്കെ കാണേണ്ടതുണ്ട്. അത് കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കും. ഇപ്പം കുട്ടികൾ സ്കൂളിലെ പാഠപുസ്തകം വായിക്കുന്നതിനപ്പുറത്ത് വേറെയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം ഈ എഴുതാൻ തുടങ്ങുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ആദ്യം എഴുതാൻ തുടങ്ങുന്ന കുട്ടിക്ക് 2 തരം അനുഭവങ്ങളാണ്. ഒന്ന് ലോക വായന, ലോകത്തെ വായിക്കുക എന്ന്, ലോകത്തെ ചുറ്റുമുള്ള ജീവിതത്തെ, അനുഭവങ്ങളെ, കാലത്തെ, സഹജീവികളെ, ഇപ്പോൾ ജീവിതത്തിൻ്റെ ഈ വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും നിരീക്ഷിക്കുക, ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് ഈ അനുഭവങ്ങൾ ആവിഷ്കരിക്കാനുള്ള ഒരു ഭാഷയാണ് എഴുത്തുകാരനോട്. ആ ഭാഷ തീർച്ചയായിട്ടും നിരന്തരമായ വായനയിലൂടെ ഉണ്ടാക്കുക. ഇത് രണ്ടും സമന്വയിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ട് എന്നും ആ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ഭാഷ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഉറപ്പിലാണ് ഒരാൾ
അതെ, വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു അനുഭവത്തെ ഒരു എഴുത്തുകാരൻ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 തരത്തിലുള്ള അനുഭവങ്ങളും അനിവാര്യമാണ്. മാഷിന്റെ എഴുത്തുകളെ കുറിച്ച് ഇപ്പോൾ ഏറ്റവും കവിതകൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 2-3 പ്രധാനപ്പെട്ട കവിതകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ കലോത്സവ സപ്ലിമെന്റിൽ ഒരു കവിത വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന പുസ്തകം സാക്ഷ്യങ്ങൾ എന്നുള്ള കൈരളി ബുക്സ് ഇറക്കിയ പുസ്തകമാണ്. 8 കവിതാ സമാഹാരങ്ങൾ ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്. കവിത എഴുതുന്നതിനേക്കാൾ കൂടുതൽ കവിതയും പുസ്തകങ്ങളും വായിക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം. ഈ എഴുത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന മാഷിന് എന്താണ് എപ്പോഴും തോന്നുന്നത്? എഴുത്ത് തീർച്ചയായിട്ടും നമ്മൾ ലോകത്തെ അറിയാനും അനുഭവിക്കാനും ചുറ്റുമുള്ള മനുഷ്യരെ കൂടുതൽ അടുപ്പത്തോടെ തിരിച്ചറിയാനും ഒക്കെയുള്ള അനുഭവങ്ങളാണ്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ തൊടുന്നത് പോലെയുള്ളൊരു ഫീലാണ്. അതെ, ശശിമാഷയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ പുസ്തകങ്ങളും മനുഷ്യരാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ധനമായിട്ട് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ മാറുന്നു എന്നുള്ളൊരു അനുഭവം തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒരുപാട് സന്തോഷം മാഷിനെ കണ്ടതിലും. മാഷിനെ കുറിച്ച് ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ എഴുതുമ്പം അത് ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടുള്ള താല്പര്യം താനേ കുറയും. ചിലപ്പോൾ നമുക്ക് വായിക്കാനും അങ്ങനെയായിരിക്കും. അങ്ങനെ കുറേ കുട്ടികളുണ്ടാവും അത്തരത്തിൽ. നമുക്ക് കുഞ്ഞിലേ നമുക്കൊരു പ്രോത്സാഹനം കിട്ടാത്തത് കൊണ്ട് ആ മേഖലയിൽ നിന്ന് മാറിത്തിരുന്ന് ഇപ്പം ഞാൻ കണ്ട കുട്ടികൾ പറഞ്ഞു, ഇപ്പം സ്റ്റേജ് തല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ ആരും അറിയുന്നില്ല ചേച്ചി എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾക്ക് മാഷിന് എന്താ പറയാനുള്ളത്? അതായത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മേഖലയിൽ നിൽക്കാൻ അങ്ങനത്തെ കുട്ടികളോട്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപകർഷതാ ബോധത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ എഴുത്ത് ലോകത്തിന് ആവശ്യമുള്ളതാണ്. ലോകം ശ്രദ്ധിക്കുന്ന ഒന്നായി തീരുന്നൊരു കാലം വരെ നമ്മൾ കാത്തിരിക്കാന്നുള്ളതാണ്. എഴുതിക്കൊണ്ടേയിരിക്കുക. അത് ഏതെങ്കിലും ഒരു കാലത്ത് അതിൻ്റെ എഴുത്തിലുള്ള ജീവിതത്തെ ശ്രദ്ധിക്കുന്ന ഒരു കാലം വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അംഗീകരിക്കപ്പെടും എന്നുള്ളത്. അങ്ങനെ ഒരു നിരാശ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും വായിക്കുന്നില്ല, ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചിന്തയൊന്നും എഴുത്തുകാരന് വേണ്ട. എഴുത്ത് കാമ്പുള്ളതാണെങ്കിൽ, എഴുത്ത് ആഴമുള്ളതാണെങ്കിൽ അത് തിരിച്ചറിയപ്പെടുന്ന കാലം വരുമെന്ന് വിചാരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടത്. അതെ, അങ്ങനെ പ്രതീക്ഷയുടെ കുട്ടികൾ എഴുതട്ടെ എന്നാണ് പറയുന്നത്. വായിക്കട്ടെ, എഴുതട്ടെ. ഒരുപാട് സന്തോഷം കലോത്സവ നഗരിയിൽ നിന്ന് വിനയചന്ദ്രൻ മാഷിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ. ക്യാമറമാൻ ജയരാജനോടൊപ്പം വിസ്മയ സത്യൻ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്.